മോർച്ചറിയുടെ മുന്നിൽ നിന്നാണ് വിപിൻ സി വിജയൻ ചേരുന്നത്. വിപിൻ, ഈ അവിടെ വലിയ ജനക്കൂട്ടം ഉണ്ടാകും, ഒപ്പം തന്നെ പോലീസ് സംരക്ഷണം അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു വലിയ വലയം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിച്ച വിവരങ്ങൾ. അനൂപ്, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിക്ക് മുൻപിലാണുള്ളത്. ഏകദേശം 4 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. അതിൽ 2 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകൾ വരുന്നു, അവരുടെ പ്രിയപ്പെട്ട ആളുകളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നു എന്നുള്ള വളരെ ദയനീയമായ, ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുൻപിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. കാരണം എല്ലാം തന്നെ പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ പരിചയമുള്ള ആളുകളെയൊക്കെ അവരാരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ഓടി വരുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ആണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അവരൊക്കെ തന്നെ ആശങ്കയോടുകൂടി പലരെയും പരസ്പരം വിളിച്ചു ചോദിച്ചും അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ മരണപ്പെട്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ്. 13 പേരാണ് മരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും മൃതദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ചില ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതൊരു മൃതദേഹമായി കണക്കാക്കിയിട്ട് തന്നെയാണ് 13 എന്നുള്ളൊരു സംഖ്യയിലേക്ക് ഇപ്പോൾ ഭരണകൂടം എത്തിയിട്ടുള്ളത്. ഇനി അത് അടക്കം ഇപ്പോൾ നാളെ അതിൻ്റെ കൂടുതൽ DNA പരിശോധനകൾ നടക്കും. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ഈ ശരീരഭാഗത്തിൻ്റെത് ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 2 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. റൂറൽ SP ഉൾപ്പെടെ അല്പസമയം മുൻപ് ഇവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു. ഇനി ആരൊക്കെയാണ് ഈ മരണപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത, ഒരു കൃത്യത വരുത്തുക എന്നുള്ളത് കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു സ്ഫോടനം അല്ലെങ്കിൽ ഈ ഒരു വെടിപ്പുര പൊട്ടിത്തുടങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്നും പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് മറുവശത്ത് നിന്നിരുന്ന ആളുകളൊക്കെ തന്നെ അവിടെ നിന്നും ഇറങ്ങി ഓടിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള ആളുകളുടെ ഒരു കണക്ക് പോലീസ് കൃത്യമായി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോഴായിരിക്കും എത്രത്തോളം ഒരു മരണസംഖ്യ ഉണ്ട് എന്നതിനെ സംബന്ധിച്ചും ഒരു വ്യക്തത പോലീസിന് കൈവരികയുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരാണ് വരുന്നതും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ വരികയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ മോർച്ചറിക്ക് മുൻപിൽ നിന്നും നമുക്ക് പറയാനുള്ളത്. കാരണം പലരും ഉള്ളിലേക്ക് കയറിപ്പോയതിന് ശേഷമാണ് അവരുടെ ആൾ ഉണ്ട് അല്ലെങ്കിൽ അവർ അന്വേഷിക്കുന്ന ആളുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയും അത് നോക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പോലീസുകാർ ഓരോ ക്രമങ്ങൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ ഈ കാണുകയും ചെയ്യുന്നത്. ഒപ്പം മറ്റ് നടപടികളൊക്കെ തന്നെ നാളെ രാവിലെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ 2 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നു. അതോടുകൂടി അവസാനിപ്പിച്ച് മറ്റുള്ളതെല്ലാം തന്നെ നാളെ രാവിലത്തേക്ക് മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. 13 മൃതദേഹങ്ങളും ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.